ഹായ് ഓൾ, എല്ലാവർക്കും എഡ്ഫിൽ ലേണിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. സൈക്കോളജിക്കൽ തോട്ട്സ് ഇൻ ഈസ്റ്റേൺ സിസ്റ്റത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ച ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട ഏരിയകളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ പാർട്ടാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആൻഷ്യൻ സാൻസ്ക്രിറ്റ് സ്ക്രിപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മേജർ ഫിലോസഫേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ്, ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യവും ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജി ഇൻ ഇന്ത്യ, ഈ രണ്ട് ഭാഗവുമായി ബന്ധപ്പെട്ട് ചോദ്യവുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ച ഒരു ചോദ്യമാണ് മാച്ച് ദ ഫോളോയിങ്. അതിൽ ഓതേഴ്സിൻ്റെ പേരും അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് എന്താണ്? പിംഗാല, പണിനി, ആര്യഭട്ട, ഭാസ്കരാചാര്യ. ഈ ഓതേഴ്സിൽ ഈ രണ്ടാളുകളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 വീഡിയോയിൽ നിങ്ങൾക്ക് എടുത്താൽ കാണാൻ സാധിക്കും. ഈ രണ്ടാളുകളെ കുറിച്ച് നമ്മൾ ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാളുകളുടെ ആയിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ചെയ്യും. വർക്ക്, ഫേമസ് ആയിട്ടുള്ള വർക്ക് കൊടുത്തത് ഏതാണ്? ലീലാവതി, ചന്ദശാസ്ത്ര ആൻഡ് അഷ്ടധ്യായ്, ആര്യഭട്ടീയ. ഈ 4 വർക്കുകൾ ആരുടേതാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഓതേഴ്സിലെ ഓരോ ആളുകൾ എന്ത് ചെയ്യാം? ജസ്റ്റ് പരിചയപ്പെടാം. ആദ്യത്തേത് പിംഗാല. പിംഗാല ആൾസോ നോൺ ആസ് ആചാര്യ പിംഗാല. അദ്ദേഹം അറിയപ്പെടുന്നത് ആചാര്യ പിംഗാല എന്നുള്ള പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരു മാത്തമെറ്റീഷ്യൻ ആയിരുന്നു. നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് കൂടുതൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അസ്ട്രോണമി ആയിട്ട് ബന്ധപ്പെട്ട ആളുകളെയും ഫിലോസഫേഴ്സും അവരുടെ വർക്സിനെ കുറിച്ചാണ്. ഇദ്ദേഹവും എന്താണ്? പിംഗാലയും ഫേമസ് ആയിട്ടുള്ള ഒരു മാത്തമെറ്റീഷ്യൻ ആയിരുന്നു. ഹി ലിവ്ഡ് അറൌണ്ട് 3rd century ഓഫ് BC കാലഘട്ടത്താണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കായിട്ട് കണക്കാക്കുന്നത് ബൈനറി കോമ്പിനേഷനാണ്. ബൈനറി കോമ്പിനേഷനുമായി ബന്ധപ്പെട്ടുള്ള വർക്കാണ് അദ്ദേഹം കൂടുതൽ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ആധുനിക കാലഘട്ടത്തിലുള്ള കമ്പ്യൂട്ടർ സ്റ്റോറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ന്യൂ പ്രോസസ്സിംഗ് ഡാറ്റ എന്ന് പറഞ്ഞതുപോലെയുള്ള സിസ്റ്റങ്ങളൊക്കെ ഇപ്പോൾ പിരിച്ചെഴുതാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. 75 പിരിച്ചെഴുതുമ്പോൾ എന്ത് ചെയ്തും? 7 × 10 + 5. ഇതതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാണ് ബൈനറി കോമ്പിനേഷൻ്റെ. ഇത്തരത്തിലുള്ള ബൈനറി കോമ്പിനേഷൻസ് ആണ് ഇന്ന് ആധുനിക കാലത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം ആണ് യഥാർത്ഥത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ പ്രതിപാദിക്കുന്നത്. പിംഗാല ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ ദ ബുക്ക്. അദ്ദേഹം ആ ഒരു ബൈനറി കോമ്പിനേഷൻസിനെ കുറിച്ച് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ചന്ദശാസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കിലാണ്, ഒരു വർക്കിലാണ്. അത് എന്തും അറിയപ്പെടുന്നുണ്ട്? ചന്ദസൂത്ര എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പേരുകൾ, ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അത് മറന്നു പോകരുത്. കാരണം ഈ വൺ വേർഡൊക്കെ നെറ്റിന് ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ചന്ദശാസ്ത്രയുടെ മറ്റൊരു പേര് അത് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ചന്ദസൂത്ര എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. ഇത് ആരുടെ വർക്കാണ്? പിംഗാല. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി പണിനി, അടുത്ത ഫേമസ് ആയിട്ടുള്ള ഒരു ഓതറാണ്. അതിൽ കൊടുത്തിട്ടുള്ളതാണ് പന്നി എന്ന് പറയുന്നത്. അദ്ദേഹം ഏൻഷ്യൻ ഇന്ത്യൻ ഗ്രാമേറിയൻ ആയിരുന്നു. ക്രിയേറ്റർ ഓഫ് സാൻസ്ക്രിറ്റ് ആൻഡ് ദ ഫാദർ ഓഫ് ലിംഗ്വിസ്റ്റിക് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു 4th 6th century BC കാലഘട്ടത്താണ് ഇദ്ദേഹവും ജീവിച്ചിട്ടുള്ളത്. പണിനിയുടെ ഫേമസ് വർക്ക് ഈസ് കോൾഡ് അഷ്ടധ്യായി ഓർ അഷ്ടാഗ. അതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്. അത് പേരുകൾ മാറിപ്പോവരുത്. നേരത്തെ നമ്മൾ പഠിച്ചത് ചന്ദശാസ്ത്ര, ഇത് അഷ്ടധ്യായി. ഓക്കെ, ഈ 2 അഷ്ടധ്യായി എന്തും അറിയപ്പെടുന്നുണ്ട്, അഷ്ടാഗ എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. ഇത് ആരുടെ വർക്കാണ്? പണിനിയുടെ വർക്കാണ്. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രാമേറിയൻ ആയിരുന്നു. ഫാദർ ഓഫ് ലിംഗ്വിസ്റ്റിക് അഥവാ ക്രിയേറ്റർ ഓഫ് സാൻസ്ക്രിറ്റ് എന്നൊക്കെ അദ്ദേഹത്തെ പറയാറുണ്ട്. ഇറ്റ് ഡിവൈഡഡ്, അദ്ദേഹത്തിൻ്റെ ഈ ഫേമസ് ആയിട്ടുള്ള അഷ്ടധ്യായി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇൻറ്റു 8 ചാപ്റ്റേഴ്സ് ആണ് അതിൽ പ്രതിപാദിക്കുന്നത്. 8 ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ് പന്നി അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കായിട്ടുള്ള ഇതിൽ അഷ്ടധ്യായിൽ പ്രതിപാദിക്കുന്നത്. ഹി ആൾസോ ഡിസ്കവേർഡ് ദ സിസ്റ്റം ഓഫ് വ്യാകരൺ ആൻഡ് ശിക്ഷ. ക്വസ്റ്റ്യൻ ചോദിക്കാം, അദ്ദേഹം ഡിസ്കവർ ചെയ്ത പണിനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതെന്ന് ചോദിക്കും. ആസ് ദ ഫോളോയിങ്, മറ്റൊരു ചോദ്യത്തിൽ ചോദിക്കാം എന്ത്? വ്യാകരൺ ഇപ്പുറം തന്നുണ്ടാവും, അപ്പുറം പണിനി ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യണം? മാച്ച് ചെയ്യാൻ നമുക്ക് മറന്നു പോവാതിരിക്കണം. വ്യാകരൺ ആൻഡ് ശിക്ഷ, ഈ 2 കാര്യങ്ങൾ അദ്ദേഹം ഡിസ്കവർ ചെയ്തിട്ടുണ്ട്.
ഇനി ആര്യഭട്ടയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു. സോ സെയിം, ഹി ബോൺ ഇൻ ദ 4th century, മാത്തമാറ്റീഷ്യൻ ആൻഡ് അസ്ട്രോണമർ. ഹിസ് ഫേമസ് വർക്ക് വാസ് ആര്യഭട്ട സിദ്ധാന്ത ആൻഡ് ആര്യഭട്ടീയ. അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള 2 വർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഭാസ്കരാചാര്യ, അടുത്ത ഫേമസ് ആയിട്ടുള്ള ഈസ്റ്റേൺ സിസ്റ്റത്തിലെ ഒരു ഫിലോസഫറാണ് ഭാസ്കരാചാര്യ ബോൺ ഇൻ 1114 അദ്ദേഹം ജനിക്കുന്നത്. ഹി ആൾസോ നോൺ ആസ് ഭാസ്കര എന്നുള്ള പേരിലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യസ് ഗ്രേറ്റസ്റ്റ് മാത്തമെറ്റീഷ്യൻ. ഹി മെയ്ഡ് മോർ കോൺട്രിബ്യൂഷൻ ടു 12th century മാത്തമെറ്റിക്കൽ ആൻഡ് അസ്ട്രോണമിക്കൽ നോളജ്. 12ാം നൂറ്റാണ്ട് കാലഘട്ടത്തെ മാത്തമെറ്റിക്സിനും അസ്ട്രോണമിക്കും ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഭാസ്കരാചാര്യ എന്നുള്ളത്. ഹിസ് മെയിൻ വർക്ക് സിദ്ധാന്ത ശിരോമണി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വർക്കാണ് സിദ്ധാന്ത ശിരോമണി. സോ നോട്ട് ചെയ്ത് വെക്കുക, സിദ്ധാന്ത ശിരോമണി ആരുടെ വർക്കാണ്? ഭാസ്കരാചാര്യയുടെ വർക്കാണ്. ഈ ഭാസ്കരാചാര്യ ഏത് കാലഘട്ടത്താണ് ജീവിച്ചത്? 1114 AD കാലഘട്ടത്താണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് ഒന്നും കൂടെ എന്താണ്? സിദ്ധാന്ത ശിരോമണി. സോ സിദ്ധാന്ത ശിരോമണിയെ 4 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. 4 പാർട്ടാക്കിയിട്ട് സിദ്ധാന്ത ശിരോമണിയെ തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തതാണ് എന്ത്? ലീലാവതി. ഇപ്പൊ ഈ ലീലാവതിയും ഭാസ്കരാചാര്യയുമായി ബന്ധപ്പെട്ട് 2ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ എന്താ ചെയ്യുക, അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ 2ാമത്തതാണ് ബീജഗണിത, ഗ്രഹഗണിത ആൻഡ് ഗോളാധ്യായ്. ഇത് 4 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. ആ 4 പാർട്ടിൽ 1ാമത്തെ പാർട്ടാണ് അദ്ദേഹത്തിന്റെ എന്ത്? ലീലാവതി, ബീജഗണിത, ഗ്രഹഗണിത, ഗോളാധ്യായ്. ഇത് 4 രൂപത്തിൽ ബുക്കായിട്ടും എന്താണ് അവൈലബിൾ ആണ്. സോ 4 രൂപത്തിലുള്ള പഠനങ്ങളായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. സോ ലീലാവതി, ബീജഗണിത, ഗ്രഹഗണിത, ഗോളാധ്യായ്. ബീജഗണിതം നമുക്കറിയാം, ബീജഗണിതവുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്, ഗോളം എന്ന് പറഞ്ഞാൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളാണ് ഇതിൽ പറയുന്നത്. സോ സിദ്ധാന്ത ശിരോമണിയും ഈ 1, 2, 3, 4 പേരുകളും നിങ്ങൾ മറക്കരുത്. കാരണം 1 വേർഡിനൊക്കെ ചോദിക്കാൻ പറ്റിയിട്ടുള്ള, പ്രത്യേകിച്ച് ഫേമസ് ആയിട്ടുള്ള, ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലോസഫർ ആയതുകൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു 1 വേർഡ് നമ്മൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്, നമ്മൾ പഠിക്കാം. സോ ഈ 4 എന്ന് പറഞ്ഞാൽ ലീലാവതി, ബീജഗണിത, ഗ്രഹഗണിത, ഗോളാധ്യായ്, വിച്ച് ആർ ദ സംടൈംസ് കൺസിഡർ ദ 4 ഇൻഡിപെൻഡന്റ് വർക്ക്സ്. ഇറ്റ്സ് അബൌട്ട് അരിത്തമെറ്റിക്, ആൾജിബ്ര, പ്ലാനറ്റ് മാത്തമെറ്റിക്സ് ആൻഡ് സ്ഫിയർ. സോ അതാണ് ഈ ഒരു 4 ഗ്രന്ഥത്തിലൂടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സോ 2ാമത്തെ ക്വസ്റ്റ്യന് നമ്മളൊന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ പിംഗാലയെ കുറിച്ച് പറഞ്ഞു, പണിനിയെ കുറിച്ച് പറഞ്ഞു, ആര്യഭട്ടയെ കുറിച്ച്, ഭാസ്കരാചാര്യയെ കുറിച്ച് പറഞ്ഞു. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. അത്ര ടഫ് ഒന്നുമില്ല, കാരണം ഇവരുടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളെ കുറിച്ചാണ് ഓപ്ഷന് തന്നിട്ടുള്ളത്. നമുക്കങ്ങനെ ഡീപ്പിലായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. സോ പിംഗാലയുടെ വർക്ക്, പണിനിയുടെ വർക്ക്, ആര്യഭട്ടയുടെ, ഭാസ്കരാചാര്യയൊക്കെ ഫേമസ് ആയിട്ടുള്ള ടെക്സ്റ്റിനെ കുറിച്ച് ആണ് ചോദ്യം. ആ ചോദ്യത്തിൽ നമ്മൾ അവതേശനെ കുറിച്ച് പറഞ്ഞു, അവരുടെ വർക്ക്സിനെ കുറിച്ചും പറഞ്ഞു. ഇനി നോക്കാം നമുക്ക് ഉത്തരം എന്തായിരിക്കും. യെസ്, പിംഗാലയുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഏതാണ്? ചാന്ദസൂത്ര. പിന്നെ പണിനിയുടേത് അഷ്ടധ്യായി, ആര്യഭട്ടീയ, ഭാസ്കരാചാര്യ, ലീലാവതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ അതെന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. ഇനി ഇത് മാത്രമല്ല, ഇവരുടെ മറ്റുള്ള ഈ ഒരു ഓതേഴ്സിൻ്റെ മറ്റുള്ള ഫേമസ് ആയിട്ടുള്ള വർക്കുകളും അതിൻ്റെ പേരും ഒക്കെ ചിലതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി 3ാമത്തെ ചോദ്യം. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു? ആൻഷ്യൻ സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു, മേജർ ഫിലോസഫേഴ്സും അതിലുള്ള അവരുടെ വർക്സിനെ കുറിച്ചുമുള്ള ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തു. ഇനി 3ാമത്തെ ചോദ്യം, സൈക്കോളജി ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ സൈക്കോളജി ഡെവലപ്മെൻറ്റ് ചെയ്ത കാലഘട്ടവും അത് എങ്ങനെയാണ് ഒരു അക്കാദമിക് ഇന്ന് കാണുന്ന പോലെ ഓരോ യൂണിവേഴ്സിറ്റികളിൽ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അതൊക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ സിലബസ് ഒക്കെ ആയിട്ട് അങ്ങനെ മോൾഡ് ചെയ്ത് ഇവല്യൂഷൻ നടന്ന് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഇന്ത്യ ഫോർമലി സ്റ്റാർട്ടഡ് ഇൻ 1916. നമുക്ക് എല്ലാവർക്കും, നമ്മളൊക്കെ ഒരുപാട് കേട്ട അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പഠിച്ച ഏതൊരു ഇന്ത്യൻ ഡെവലപ്മെൻ്റ് ഒക്കെ സൈക്കോളജി ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളത് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് വരുന്നതാണ് 1916 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഒരു സൈക്കോളജിയുടെ സ്റ്റാർട്ടിങ് എന്നുള്ളത്. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യ ഫോർമലി സ്റ്റാർട്ടഡ് 1916. ഇത് ആരാണ് ഏറ്റവും കൂടുതൽ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് ആരാണ് ഇതിനെ സഹായിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഓപ്ഷൻ ആരാണ്? ഗിരീന്ദ്ര ശേഖർ ബോസ്. 2ാമത്തത് NN സെൻഗുപ്ത. 3ാമത്തത് MV ഗോപാലസ്വാമി. 4ാമത്തത് SM മുഹ്സിൻ.
സോ ഈ 4 ആളുകളാണ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യ 1914 തുടങ്ങാൻ ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തത്. ആരാണ് ഇതിൻ്റെ തുടങ്ങാൻ കാരണക്കാരൻ എന്നുള്ളതാണ് ചോദ്യം. സോ ഈ 4 ആളുകളും യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. ഗിരീന്ദ്ര ശേഖർ ബോസ് ആയിക്കോട്ടെ, NN സെൻഗുപ്ത ആയിക്കോട്ടെ, MV ഗോപാലസ്വാമി ആയിക്കോട്ടെ, SM മൊഹ്സിൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ഇന്ത്യൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. ഇന്ത്യയിൽ സൈക്കോളജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ട ആളുകളാണ് ഈ 4 ആളുകളും. സോ ഈ 4 ആളുകളെ കുറിച്ച് നമുക്ക് ചെറിയൊരു ഡിസ്ക്രിപ്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ ഡോക്ടർ ഗിരീന്ദ്ര ശേഖർ ബോസ്. അദ്ദേഹം 1887 ജനുവരി 31 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് ഇൻ ഇന്ത്യ. അദ്ദേഹം ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് ഇന്ത്യ അറിയപ്പെടാനുള്ള റീസൺ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്താണ്? 1922 അദ്ദേഹം ഇന്ത്യൻ സൈക്കോ അനലറ്റിക് സൊസൈറ്റി അദ്ദേഹം രൂപീകരിക്കുകയാണ്. ഇന്ത്യൻ സൈക്കോ അനലറ്റിക് സൊസൈറ്റി ആരാ രൂപീകരിക്കുന്നത്? ഡോക്ടർ ഗിരീന്ദർ ശേഖർ ബോസ്. അദ്ദേഹം 1922, ഡേറ്റ് ഓർമ്മിച്ചൊക്കെ. ഇത് ഡെവലപ്മെന്റ് അക്കാദമിക് സൈക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റും കൂടിയാണ് 1922. അദ്ദേഹം എന്ത് ചെയ്യാണ്? സൈക്കോളജി അനലറ്റിക് സൊസൈറ്റി അദ്ദേഹം രൂപീകരിക്കുകയാണ്. അഫിലിയേറ്റഡ് ടു ഇന്റർനാഷണൽ സൈക്കോ അനലറ്റിക്സ് അസോസിയേഷൻ. ഇന്റർനാഷണൽ ആയിട്ടുള്ള സൈക്കോ അനലറ്റിക്സ് അസോസിയേഷനുമായിട്ട് അഫിലിയേഷൻ അതിന് ലഭിച്ചിട്ടുണ്ട്. അതെന്താണ് അത് ലഭിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്? അദ്ദേഹം ഗിരീന്ദർ ശേഖർ ബോസ് ഫ്രോയിഡുമായിട്ട് ഒരുപാട് തവണ ഗിരീന്ദർ ശേഖർ ബോസ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡികളും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളും ഒക്കെ ഫ്രോയിഡിന് അയക്കുകയും അതിന് റിപ്ലൈ ഫ്രോയിഡ് നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ സൈക്കോളജിസ്റ്റും കൂടിയാണ് ഗിരീന്ദർ ശേഖർ ബോസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഫോർമർ പ്രസിഡന്റ് ആയിരുന്നു ഇതിൻ്റെ IPS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈക്കോ അനലറ്റിക് സൊസൈറ്റി. അതിൻ്റെ ഫോർമർ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഫ്രോയിഡിൻ്റെ കണ്ടെത്തലാണ്. സൈക്കോ അനലിസിൽ അദ്ദേഹം കൂടുതൽ പഠിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഫ്രോയിഡുമായിട്ട് ഒരുപാട് ചർച്ചകൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രോയിഡ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോൺ വെസ്റ്റേൺ വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൈക്കോ അനലിസ്റ്റാണ് അദ്ദേഹം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പുകഴ്ത്തിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഗിരീന്ദർ ശേഖർ ബോസ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് ഇൻ ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അടുത്തത് ഡോക്ടർ NN സെൻഗുപ്ത. ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ സൈക്കോളജി ഫാദർ ഓഫ് ഇന്ത്യൻ സൈക്കോളജി എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്നത് നമുക്കൊക്കെ അറിയാം 1879 ലബ്സിക്കിൽ സ്റ്റാർട്ട് ചെയ്ത ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയ വില്യം വൂണ്ടാണ് യഥാർത്ഥത്തിൽ ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്നത്. സോ അദ്ദേഹം അറിയപ്പെടാനുള്ള റീസൺ അദ്ദേഹം എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. സോ സെയിം ഫാദർ ഓഫ് ഇന്ത്യൻ സൈക്കോളജി എന്നറിയപ്പെടാൻ ഡോക്ടർ NN സെൻഗുപ്ത എന്താണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കാര്യം? ഫസ്റ്റ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡിപെൻഡന്റ്ലി ഇൻ കൽക്കട്ട യൂണിവേഴ്സിറ്റി. കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ ഇൻഡിപെൻഡന്റ്ലി ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഹി സ്റ്റഡീഡ് ഇൻ ഹവാർഡ് യൂണിവേഴ്സിറ്റി ആസ് സ്റ്റുഡൻറ് ഓഫ് മൺസ്റ്റർബർഗ്. ഹി വാസ് സ്റ്റുഡൻറ് ഓഫ് വില്യം വൂണ്ടിന്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള മൺസ്റ്റർബർഗിന്റെ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ആര് പഠിക്കുന്നത്? സെൻഗുപ്ത പഠിക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ ഒരു സ്റ്റാർട്ടപ്പിന് ഒരു എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ നിന്ന് തുടങ്ങി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് 1910 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം ആണ് യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി, മൈൻഡ് ഇൻ സൊസൈറ്റി. ഈ ബുക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹം കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലക്നൗ യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ പോവുകയും അവിടെയുള്ള രാധ് കമാൽ മുഖർജി എന്ന് പറയുന്ന ആളുമായിട്ട് ഒരു സോഷ്യോളജിസ്റ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് 1928 അദ്ദേഹം ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി മൈൻഡ് ഇൻ സൊസൈറ്റി എന്നുള്ള ബുക്ക് രചിക്കുന്നത്. സോ അതാണ് യഥാർത്ഥത്തിൽ സെൻഗുപ്തയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നേരത്തെ ഗിരീന്ദർ ശേഖർ ബോസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാത്തൊരു കാര്യം, ഹി സ്റ്റഡീഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സൈക്കോളജി ഫ്രം കൽക്കട്ട യൂണിവേഴ്സിറ്റി. കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ആദ്യ ബാച്ച് സ്പെഷ്യൽ സ്റ്റുഡൻ്റ് ആയിട്ടുള്ളൊരു ഇതും കൂടി ഗിരീന്ദർ ശേഖർ ബോസിന് ഉണ്ടായിരുന്നു. അദ്ദേഹം മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സൈക്കോളജി ചെയ്തിട്ടുള്ളത് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലാണ്. ഫസ്റ്റത്തെ ബാച്ചാണ് എന്നുള്ളതാണ്. പിന്നെ ഡോക്ടർ സെൻഗുപ്തയെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഡോക്ടർ MV ഗോപാലസ്വാമി. ഡോക്ടർ MV ഗോപാലസ്വാമി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ബോൺ തമിഴ്നാട്
ഇന്ത്യയുടെ സൗത്ത് ഭാഗത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എസ്റ്റാബ്ലിഷ്ഡ് സെക്കൻഡ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇന്ത്യ അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂരിൽ രണ്ടാമത് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്. ആദ്യം നമ്മൾ പറഞ്ഞു എവിടെയാണ്, കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1924. ആദ്യതാണ് 1916 ആണെങ്കിൽ ആ 1916 കഴിഞ്ഞ് 1924 എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്. ആര്? ഡോക്ടർ എം വി ഗോപാലസ്വാമി. എവിടെ? യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂരിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ റേഡിയോ. ഇത് ഇവിടെ കൊടുത്തുള്ള സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതല്ല, ബട്ട് ഒരു വൺ വേർഡ് ആൻസർ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റേഡിയോ. കാരണം ഇദ്ദേഹം സൈക്കോളജിയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം ചിലപ്പം എന്ത് ചെയ്യാം, ചോദിക്കാം. സോ ഫാദർ ഓഫ് ഇന്ത്യൻ റേഡിയോ എന്നും എം വി ഗോപാലസ്വാമി എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഇനി അവസാന ഓപ്ഷൻ ആയിട്ടുള്ള ഡോക്ടർ എസ് എം മൊഹ്സിൻ. ഡോക്ടർ എസ് എം മൊഹ്സിൻ എന്നുള്ളത് അദ്ദേഹം ജനിക്കുന്നത് 1914 അദ്ദേഹം ജനിക്കുന്നത്. സെയ്ദ് മുഹമ്മദ് മൊഹ്സിൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. എന്താണ്? സെയ്ദ് മുഹമ്മദ് മൊഹ്സിൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. PhD ഇൻ സൈക്കോളജി ഫ്രം ഇംഗ്ലണ്ട്. അദ്ദേഹം PhD ഇംഗ്ലണ്ടിൽ നിന്നാണ് അദ്ദേഹം സൈക്കോളജിയിൽ PhD ചെയ്യുന്നത്. ഹി വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ എസ്റ്റാബ്ലിഷിംഗ് സെവറൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇൻ യൂണിവേഴ്സിറ്റി. സോ അദ്ദേഹം ഇന്ത്യയിലുള്ള ഫേമസ് ആയിട്ടുള്ള ജാമിയ മില്ലിയ, അലിഗർ പോലുള്ള ഉത്കൽ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഹീസ് ദ ഓതേർഡ് സെവറൽ ബുക്ക്. ഒരുപാട് ബുക്കുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എലമെന്ററി സൈക്കോളജി, എക്സ്പെരിമെന്റ്സ് ഇൻ സൈക്കോളജി, റിസർച്ച് മെത്തേഡ്സ് ഇൻ ബിഹേവിയറൽ സയൻസസ്. അതാണ് അദ്ദേഹത്തിന്റെ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് ബുക്കുകളുണ്ട്. സോ വൺ വേർഡിന് ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണ്. എലമെന്ററി സൈക്കോളജിയുടെ ഉപജ്ഞാതാവ് ആരാണ് അത് രചിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സ് ഇൻ സൈക്കോളജി, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കും കൂടിയാണ് എക്സ്പെരിമെന്റ്സ് ഇൻ സൈക്കോളജി. സോ ഇത് ആരാണ് രചിച്ചിട്ടുള്ളത്, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓപ്ഷൻ ആയിട്ട് അടുത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇത് ഇത്ര മാത്രമല്ല, ഇനിയും ഒരുപാട് ബുക്കുകൾ ഇത് രചയിതാവാണ് ഡോക്ടർ എസ് എം മൊഹ്സിൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടന്നു വരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണ്? നമ്മൾ ഫസ്റ്റ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇന്ത്യ ഫോർമലി സ്റ്റാർട്ടഡ് ഇൻ 1916. അതാരാണ് അതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത്? ബൈ NN സെൻഗുപ്ത. ഡോക്ടർ NN സെൻഗുപ്തയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത്. സോ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം? NN സെൻഗുപ്ത. ഓക്കെ, ഈ ഗിരീന്ദർ ശേഖർ ബോസ് നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് ആണ്. ഇത് ഫാദർ ഓഫ് ഇന്ത്യൻ സൈക്കോളജി ആണ്. പിന്നെ എം വി ഗോപാലസ്വാമിയെ നമ്മൾ പറഞ്ഞു, അദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ റേഡിയോ. അപ്പോൾ ഓരോ ആളുകൾക്ക് അതിൻ്റെ ഡെസിഗ്നേഷൻ ഉണ്ട്. സോ ഇതെന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനിൽ NN സെൻഗുപ്തയാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാം ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് ഇൻ ഇന്ത്യ. സോ ഉത്തരം എന്തായി? ഗിരീന്ദർ ശേഖർ ബോസ്. സോ ഈ 4 ആളുകൾക്കും ഇന്ത്യൻ സൈക്കോളജിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകുകയും ഒരുപാട് കാര്യങ്ങൾ അത് ഇന്ത്യൻ സൈക്കോളജി, അക്കാദമിക് സൈക്കോളജിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളാണ്. ഈ 4 ആളുകൾ ഓപ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ 4 ആളുകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് ഇതാരാണ് ഇതിൻ്റെ ഉത്തരം എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുള്ളൂ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു ഈസ്റ്റേൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഏൻഷ്യന്റ് ടെക്സ്റ്റ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതിൽ ഓരോ വേദങ്ങളെക്കുറിച്ചും ഓരോ ടെക്സ്റ്റ്, ഈ 4 ടെക്സ്റ്റുകളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. അതിൽ അതിൻ്റെ ആൻസർ എന്താണ്? ഋഗ്വേദയാണ് ഏറ്റവും പുരാതനമായിട്ടുള്ളത്. 1500 BC കാലഘട്ടത്ത്. അർത്ഥശാസ്ത്രയാണ് 1300 to 400 BC കാലഘട്ടത്ത്. ആര്യഭട്ടീയയാണ് 499 അഥവാ 500 AD കാലഘട്ടത്ത് അത് രചിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ഓർഡർ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. അതോടൊപ്പം ഈ ഓപ്ഷനും എന്താണെന്നുള്ളത് പഠിച്ചു. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഓതേഴ്സും വർക്ക്സും തന്നു. മാച്ച് ദ ഫോളോയിങ്. പിംഗാലയുടെ വർക്ക്, പണിനിന്റെ വർക്ക്, ആര്യഭട്ട, ഭാസ്കരാചാര്യ. ഈ 4 ഫിലോസഫേഴ്സ് ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകൾ മാത്രമല്ല കേട്ടോ. ഇവരൊക്കെ അസ്ട്രോണമി, മാത്സുമായിട്ട് ബന്ധപ്പെട്ട, ആര്യഭട്ടൊക്കെ മാത്സുമായിട്ട് ബന്ധപ്പെട്ടത്, ഭാസ്കരാചാര്യൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺട്രിബ്യൂഷൻ തന്ന ആളുകളാണ്. ബട്ട് എന്നിരുന്നാലും ഈസ്റ്റേൺ സിസ്റ്റത്തിന്റെ ചരിത്രത്തിൽ വരുന്ന ഫിലോസഫേഴ്സ് ആയതുകൊണ്ട് അവരുടെ ഫേമസ് വർക്കേ ചോദിച്ചിട്ടുള്ളൂ. സോ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് വർക്കേ ചോദിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഉത്തരം എന്താണ്? പിംഗാലയുടേത് ചന്ദ്രശാസ്ത്ര ആൻഡ് പണിനിയുടെ അഷ്ടാധ്യായി, ആര്യഭട്ടീയ ആൻഡ് ഭാസ്കരാചാര്യ ലീലാവതി. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്താണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1916 ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇന്ത്യ എവിടെയാണ് അത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്? കൽക്കട്ട യൂണിവേഴ്സിറ്റി. 1916 ഇൻഡിപെൻഡൻ്റ് ആയിട്ട്
അത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഡിപെൻഡന്റ് ആയിട്ട് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്തതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് 1916. അതിന്റെ മുന്നേ തന്നെ 1906 ഏകദേശം 1906 കാലഘട്ടത്തിൽ സൈക്കോളജി ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലൊക്കെ പഠിപ്പിച്ചിരുന്നു. ബട്ട് അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്നത് ഇത് 1916 ആണ്. അതാണ് സൈക്കോളജിയുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. സോ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരം NN സെൻഗുപ്ത. സോ ഈ 3 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഏൻഷ്യന്റ് സാൻസ്ക്രിറ്റ് സ്ക്രിപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, മേജർ ഫിലോസഫേഴ്സ് ആൻഡ് ദെയർ വർക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി ഇൻ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട ഓരോ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. സോ എന്താണ് ഇനി ഈ ഒരു സെഷൻ, കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും നിങ്ങൾ കേട്ട കാര്യവും ആ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള യഥാർത്ഥത്തിൽ സൈക്കോളജിക്കൽ ഹിസ്റ്ററി ഇൻ ഈസ്റ്റേൺ സിസ്റ്റമാണ്. ആ ഈസ്റ്റേൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാം? അറ്റൻഡ് ചെയ്ത് നോക്കുക നമുക്ക് എത്രത്തോളം പറ്റുന്നുണ്ട് എന്നുള്ളത്. കാരണം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രൂപത്തിലാണ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ആപ്പ് എഡ്ഫിൽ ലേണിങ്ങിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വാട്സപ്പിലൂടെ ഡീറ്റെയിൽ അറിയിക്കുന്നതായിരിക്കും. സോ വാട്സപ്പിൽ ലോഗിൻ ചെയ്യാത്ത ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കയറുക, അത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറുക. അതിൽ തരുന്ന ഇൻസ്ട്രക്ഷൻസോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഈ ഒരു ഭാഗം സൈക്കോളജി ഇൻ ഈസ്റ്റേൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചെറിയ ബ്രീഫ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയകളുടെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഏരിയകളുണ്ട്. സോ അതൊക്കെ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ഈ വരാനിരിക്കുന്ന ഡിസംബറിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക? പെട്ടെന്ന് അത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒപ്പം ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. താങ്ക് യു.